ഈ കല്യാണമൊക്കെ തീരുമാനിക്കണേക്കാട്ടും മുന്നേ തന്നെ, അല്ലെങ്കിൽ കല്യാണച്ചക്കനൊക്കെ സെറ്റ് ആവണേക്കാട്ടും മുന്നേ തന്നെ സ്വന്തം കല്യാണത്തെക്കുറിച്ച് ഒട്ടുമിക്കവാറും പെൺകുട്ടികൾക്ക് കുറേ കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കോൺസെപ്റ്റ്സും കുറേ ഡ്രീംസും ഒക്കെ. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കല്യാണം വരെയുള്ള ആ ഗ്യാപ്പിൽ കല്യാണം എങ്ങനെയാകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായ പ്ലാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഡ്രസ്സ് എവിടെ നിന്ന് എടുക്കണം, ഓർണമെൻറ്റ്സ് എടുക്കണം, ഫോട്ടോ ആരെ കൊണ്ട് എടുപ്പിക്കണം, എങ്ങനെയുള്ള ഫോട്ടോസൊക്കെ വേണം, അങ്ങനെ കുറേ. അതിൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു സേവ് ദ ഡേറ്റ് വരിക്കാശ്ശേരി മറിയുന്ന ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. ഷൂട്ടിനുള്ള കോസ്റ്റ്യൂമും ഫോട്ടോഗ്രാഫറും ഈവൻ ഓരോ ഷോട്ട് വരെ എങ്ങനെയാവണമെന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പ്ലാന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തോടടുത്തപ്പം ചില സാങ്കേതിക പ്രശ്നങ്ങൾ എൻ്റെ ആ പ്ലാനിൻ്റെ മുകളിൽ വെള്ളം കോരി ഒഴിച്ചു. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നടത്തി തന്നാലും അതിനൊരു രസം ഉണ്ടാവില്ലല്ലോ അല്ലേ. പിന്നീട് കല്യാണം കഴിഞ്ഞിട്ട് പല വീക്കെൻഡ്സിൽ പല ഹോളിഡേയ്സ് കിട്ടുമ്പോഴൊക്കെ ഞാൻ മാഷെടുത്ത് പറയും വരിക്കാശ്ശേരി മന വരെ ഒന്ന് പോവാം, എൻ്റെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണെന്ന്. ആ യാത്ര പക്ഷേ അങ്ങനെ നീണ്ടു പോയി. അവസാനം കല്യാണം കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഇവിടെ നിന്ന് എത്തിപ്പെടാൻ എനിക്ക് പറ്റിയത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്ര ആഗ്രഹം വെച്ചാൽ നിനക്ക് ഒറ്റയ്ക്ക് പോയിക്കൂടെ, അധികം ദൂരമൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ ചില സ്ഥലങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് പോകുന്നതിനെക്കാട്ടിലും പ്രിയപ്പെട്ടവരുടെ കൂടെ പോകുന്നതാവുമല്ലേ ഇഷ്ടം. അങ്ങനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ കൂടെ പോകാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ച ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണ് വരിക്കാശ്ശേരി മന. അതുകൊണ്ട് 2022 ഓഗസ്റ്റിൽ ഞാൻ പ്ലാൻ ചെയ്ത യാത്ര 2024 ഡിസംബറിലാണ് എനിക്ക് സാധിക്കണത്. കാത്തിരിപ്പിൻ്റെ ഫലം മധുരേറിയതാണെന്നാണല്ലോ പറയുക. അങ്ങനെ മധുരം കൂട്ടാനായിട്ട് വാഴാലേക്കാവിലും കൂടെ പോയിട്ടാണ് ഇന്നത്തെ യാത്ര ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തത്. സേവ് ദ ഡേറ്റിന് പ്ലാൻ ചെയ്ത് അത്രയൊന്നും പറ്റിയില്ലെങ്കിലും കുറച്ച് ഫോട്ടോസ് ഒപ്പിച്ചു. സോ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എന്നാൽ പിന്നെ കാണാം.